ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കാവേരി. നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാവേരീസ് കിച്ചൺ വണ്ടേഴ്സ്. ഇന്നിപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കിഡ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ ഫ്രൈഡ് റൈസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഇതിൽ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യും, അതുപോലെ തന്നെ ചിക്കനും ആഡ് ചെയ്യും. അത് കാരണം വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇന്ന് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ബിരിയാണി റൈസ് കുക്ക് ചെയ്ത് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഈ റൈസ് തമ്മിൽ ഒട്ടും തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നമുക്കിങ്ങനെ വേർതിരിച്ച് റൈസ് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചൂടോടുകൂടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ റൈസ് അങ്ങ് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ റൈസ് കുക്ക് ചെയ്ത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഫ്രൈഡ് റൈസിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 കപ്പ് റൈസ് എടുത്ത് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചിക്കൻ ബ്രസ്റ്റാണ്. ചിക്കൻ ബ്രസ്റ്റ് ഇതുപോലെ 2 ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് ഇത് വളരെ ചെറുതാക്കി, വളരെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായാലും ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ആകുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ കുട്ടികളുടെ ഒരു നല്ല ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് ചിക്കൻ ഫ്രൈഡ് റൈസ്. സോ നമ്മളിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ബ്രസ്റ്റ് ഫസ്റ്റ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് ചിക്കൻ ബ്രസ്റ്റ് ഇതുപോലെ നീളത്തിനിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഫില്ലറ്റ് ആയിട്ടുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ വളരെ ചെറിയ പീസാക്കി ചിക്കൻ്റെ പീസസ് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പും കുരുമുളകും ചേർത്ത് കുക്കറിൽ വെച്ചിട്ട് 1 വിസിൽ വരെ വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ചിക്കനിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുക്കറിൽ 1 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഒരു കുക്കർ എടുക്കുക, അതിലോട്ട് ചിക്കൻ്റെ പീസ് ആഡ് ചെയ്യുക, 1 വിസിൽ വരെ വേവിക്കാം. നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടുന്ന വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുക്കാം. അപ്പം നമുക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് നോക്കാം. ഞാനിപ്പോൾ ക്യാബേജ് ഒരു ചെറിയ പാർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബെൽ പെപ്പറാണ്, ഗ്രീൻ ബെൽ പെപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഗ്രീൻ ക്യാപ്സിക്കം. ഇതിൻ്റെ ഒരു ഹോൾ ക്യാപ്സിക്കത്തിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ഒരു ഹാഫ് പാർട്ട് മതിയാവും. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾ അതിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി വെജിറ്റബിൾസും കഴിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ 2 ക്യാരറ്റ് എടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് സ്പ്രിംഗ് ഓണിയനാണ്. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ സെലറി സ്റ്റിക്കാണ്. സെലറി സ്റ്റിക്കിൻ്റെ വളരെ ചെറിയ പാർട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വളരെ കുറച്ച് മതി. ഇത് ഒരു പ്രത്യേക ഫ്ലേവർ തരും നമ്മുടെ ഫ്രൈഡ് റൈസിന്. അതിനാണ് സെലറി ആഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല സെലറിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ വെജിറ്റബിൾസൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഗ്രീൻ പീസ്, ബീൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ബീൻസ് ഇല്ല, അത് കാരണമാണ് ഞാൻ ബീൻസ് ആഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ബീൻസും ഗ്രീൻ പീസും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി വളരെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് എല്ലാ വെജിറ്റബിൾസും റെഡിയാക്കി സൈഡിൽ തന്നെ വെച്ചേക്കുക. വേഗം ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്രൈഡ് റൈസിന് നമ്മൾ വേഗമാണ് വെജിറ്റബിൾസ് വഴറ്റി ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചിക്കനും വേവിച്ചത് റെഡിയാക്കി വെച്ചേക്കുക. സൈഡിൽ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി, സെലറി, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഇത്രയും കൂടെ ആഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ അങ്ങ് സോട്ട് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. സോട്ട് ചെയ്ത് അതിൻ്റെ റോ സ്മെല്ല് മാറുന്ന വരെ സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതെല്ലാം ആഡ് ചെയ്ത് സോട്ട് ചെയ്യാം.
നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും കൂടെ ആഡ് ചെയ്യാം. കുരുമുളക് ഞാനൊരു 1 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും. വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ക്രഞ്ചി ഫീൽ വേണം വെജിറ്റബിൾസിനെല്ലാം. അതിനായിട്ട് നമ്മൾ ഇവിടെ വെജിറ്റബിൾസ് എല്ലാം ഒരു ഹാഫ് കുക്ക്ഡ് ആവേണ്ട ആവശ്യമുള്ളൂ, എന്നാലാണ് ഫ്രൈഡ് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റുന്ന വരെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോറ് ആഡ് ചെയ്തതിന് ശേഷം വളരെ ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ഫോർക്ക് യൂസ് ചെയ്ത് ഇത് വളരെ ജെൻറ്റിലായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറൊന്നും കുഴഞ്ഞു പോവാതെ പൊട്ടിപ്പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് സെർവിങ് ബൗളിലോട്ട് മാറ്റുവാണ്. നമ്മുടെ യമ്മി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ ഇത് സെർവ് ചെയ്യാം. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇനി എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ ഫ്രൈഡ് റൈസ്. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ ആഡ് ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫോട്ടോസൊക്കെ ഇമെയിൽ ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പീസും പുതിയ വ്ളോഗ്സുമായിട്ട് ഞാനെത്തും. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.